ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ജയപാലൻ നിവിനെ കൊല്ലാനെന്ന രീതിയിൽ തൻ്റെ കാറും എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അതേ സമയത്ത് നിവിനാണെങ്കിൽ ടൂ വീലറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചു ദൂരം ജയപാലൻ പോവുകയാണ്. മറ്റൊരിടത്തായിട്ട് രാഗിണിയും തൻ്റെ കാറിൽ പോവുകയാണ്. അച്ഛനെ തടയാൻ ഫോണിലൂടെ അവൾക്ക് പറ്റിയില്ല. അങ്ങനെ അവൾ നേരിട്ട് കാറും എടുത്ത് പുറത്തിറങ്ങുകയാണ് നിവിനെ ഉപദ്രവിക്കുന്നതിൻ്റെ പേരിൽ. ഒരു ഭാഗത്ത് രാഗിണി, ഒരു ഭാഗത്ത് ജയപാലൻ, മറ്റൊരു ഭാഗത്ത് നിവിൻ. ഇങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ തന്നെ നിവിൻ പോകുന്നത് ജയപാലൻ കാണുന്നുണ്ട്. ജയപാലന്റെ മുഖത്ത് ഒരു വല്ലാത്തൊരു പുഞ്ചിരി. അങ്ങനെ നിവിനും തിരിഞ്ഞു നോക്കുന്നുണ്ട് ആരാ തന്റെ പുറകിൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ ജയപാലനാണെന്ന് നിവിനും മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവന്റെ പുറകിലൂടെ ചെന്ന് അവന്റെ ടൂ വീലർ ഇടിച്ചിട്ട് അവനെ തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ അവിടെ കിടക്കുന്നുണ്ട്. ജയപാലൻ കാറിൽ നിന്ന് ഇറങ്ങുകയും അതുപോലെ തന്നെ അവന്റെ അരികിലോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ എന്താടാ പറഞ്ഞത്? എൻ്റെ മകള് അവൾക്ക് മുഴുത്ത ഭ്രാന്താണെന്നോ? അവളെ നീ എന്താ പറഞ്ഞ? കഴുത്തില് കല്ല് കെട്ടി കായലിൽ താത്തണമെന്നോ, ഇല്ലെങ്കിൽ മറ്റുള്ളവർ തല്ലിക്കൊല്ലുമെന്നോ? എടാ, ഇനി എന്തായാലും നീ ഇതൊന്നും കാണാനുണ്ടാകില്ല. നിന്നെ ഞാൻ വേഗം തന്നെ ദൈവത്തിന്റെ അടുത്തോട്ട് പറഞ്ഞയക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം നിവിൻ പറയുന്നുണ്ട്, അങ്കിളെ അങ്കിളെ ഹെൽപ്പ് ഹെൽപ്പ് എന്നിങ്ങനെ പറയുകയാണ്. ഹെൽപ്പോ? നിനക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ അവിടെ കിടക്കടാ, നിനക്കൊരു ഹെൽപ്പും ഇല്ല. അപ്പൊ അവനിങ്ങനെ നിവിനെ അങ്കിളെ അങ്കിളെ എന്ന് പറഞ്ഞ് അവന്റെ ജീവന് വേണ്ടി അവൻ യാചിക്കുന്നുണ്ട്. പക്ഷെ ജയപാലൻ ഒരു മനസാക്ഷിയും ഇല്ലാതെ അവന്റെ കാറും എടുത്ത് പോവുകയാണ്. നിവിൻ അവിടെ കിടക്കുന്നുണ്ട്. അതേസമയത്ത് ടൂ വീലറിൽ 2 പേര് വരികയാണ്. അയ്യോ, എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഒരുത്തൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ടൂ വീലറിൽ മറ്റവൻ പറയുന്നുണ്ട്, വേണ്ട ഡാ, പുലിവാല് തലയിലേക്ക് പിടിക്കണ്ട, നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവര് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അവനവിടെ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ രാഗിണി തെരഞ്ഞു പിടിച്ച് അവനെ കണ്ടെത്തുകയും അവന്റെ അരികിൽ വന്നിട്ട് നിവിനെ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ നിവിന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് അതുവഴി മറ്റൊരു ടൂ വീലറിൽ വന്ന 2 ആൾക്കാർ രാഗിണി ഇങ്ങനെ കരയുന്നത് കാണുന്നുണ്ട്. എന്താ മോളെ പറ്റിയതെന്ന് ചോദിക്കുകയാണ്. ആക്സിഡന്റ് ആണ് ചേട്ടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്നെ എന്ന് ചോദിക്കുമ്പോൾ ഓടിച്ചെന്ന് അവനെ അവളുടെ വണ്ടിയിലോട്ട് കയറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നരനെയാണ്. നരൻ വരികയാണ് രാത്രി ഒരുപാട് ഇരുട്ടായതിനു ശേഷം. അപ്പോഴാണെങ്കിൽ അവിടെ ഗായത്രിയും ശിവനും അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗായത്രി വന്നിങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. എന്താ എൻ്റെ ഇളയമയുടെ മുഖത്ത് ഒരു വീർമത എന്ന് പറയുമ്പോൾ, ഓ അതെ, നീ ഇന്ന് ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഒരു കാര്യം ചെയ്യ്, ഞാനും നിന്റെ ഇളയച്ചനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇളയച്ചൻ, അതായത് ശിവൻ, ഇറങ്ങാനോ എപ്പോ എന്നിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തിനാ ഇളയമ്മ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്? അപ്പോൾ മുത്തശ്ശി എന്ത്? അവരെ റൂമിലുണ്ട്, അവരെ ഇന്ന് ജലപാനം കുടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ കാര്യം എന്നോ? അവർക്കൊരു കൊച്ചുമകനുണ്ട്, അവന്റെ പ്രവൃത്തിയിൽ മനംനൊന്നിട്ടാണ് എന്ന് പറയുന്നത്. ഓ അത് ശരി എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ശരിയാക്കി തരാം, ഞാൻ എന്തായാലും അവരെ ഒന്ന് കണ്ടിട്ട് വരാട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ ഇവൻ നരൻ മുത്തശ്ശിയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അവനെ കൊണ്ട് ഇനി എങ്ങനെയായി കാര്യങ്ങളൊക്കെ നടത്തിച്ചെടുക്കുക എന്നിങ്ങനെ നമ്മുടെ മുത്തശ്ശനോട് പറയുമ്പോൾ തന്നെ അവൻ ഡോറ് തുറന്ന് വരികയാണ്. അപ്പോൾ 2 പേരും മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ട്. എന്താ 2 പേർക്കും എന്താ എൻ്റെ കുട്ടികൾക്ക് പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നീ മിണ്ടണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗായത്രിയും അവിടേക്ക് എത്തുകയാണ്. അതെ, നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങൾക്കറിയില്ലേ എൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത്? എല്ലാതും അറിഞ്ഞിട്ട് നിങ്ങളൊരു മറ്റൊരു വിവാഹത്തിന് ആലോചിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എടാ, നിനക്കൊരു ജീവിതം വേണ്ടേ, നിനക്കൊരു കൂട്ട് വേണ്ടേ എന്ന് പറയുന്നുണ്ട്. എന്തിനാ ഇപ്പൊ കല്യാണം കഴിച്ച് കൂട്ടുണ്ടാക്കുന്നത്? അപ്പൊ ഗായത്രി പറയുന്നുണ്ട്, അതൊക്കെ വേണം മോനെ, അല്ലാതെ ശരിയാവില്ല. ഒരു കൂട്ടില്ലാതെ എങ്ങനെയാ? എല്ലാവർക്കും അതിൻ്റെതായ ഒരു കൂട്ട് വേണമെന്ന് പറയുമ്പോൾ, എനിക്ക് കൂട്ടായിട്ട് നിങ്ങളൊക്കെ ഇല്ലേ? മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, ഇളയമ്മയുണ്ട്. എടാ, ഞങ്ങളൊക്കെ എത്ര കാലം നിന്റെ കൂടെ ഉണ്ടാകും എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രശ്നം നിനക്കറിയില്ല, എന്തായാലും ഒരു കാര്യം ചെയ്ത ഇളയമ്മ, കുറച്ച് ഭക്ഷണങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് ഈ കുട്ടികളെ ഞാൻ കഴിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇളയമ്മ പറയാണ്, ഇതിനെ ഞാൻ നിനക്ക് എടുത്തുകൊണ്ട് വരുന്നത്, നീ അങ്ങനെ ആജ്ഞാപിക്കണമെങ്കിൽ നീ ഒരു പെണ്ണ് കെട്ട്, എന്നിട്ട് ആ പെണ്ണിനോട് എടുത്തുകൊണ്ട് വരാൻ. അത് ശരി, ഇപ്പം ഭക്ഷണം എടുത്തുകൊണ്ട് വരാനായിട്ട് പെണ്ണ് കെട്ടണമെന്നൊന്നുമില്ല കേട്ടോ. അതെ, അപ്പോൾ അവിടുത്തെ വേലക്കാരി പെണ്ണിനെ വിളിക്കുകയാണ്. അവളുടെ വീട്ടിലോട്ട് പോയി എന്ന് ഗായത്രി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം എന്നാൽ ഞാൻ തന്നെ എടുത്തിട്ട് വരാം അടുക്കളയിൽ പോയിട്ട് എന്നും പറഞ്ഞ് നമ്മുടെ നേരൻ അവിടെ നിന്നും പോകുന്നുണ്ട്. എന്നിട്ട് അവർക്ക് വേണ്ട ഭക്ഷണം എടുത്തുകൊണ്ട് വന്നിട്ട്
ഓരോ മധുരമുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് തമാശയിലൂടെ ഈ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒരു വിധത്തിൽ അവനെ കഴിപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവൻ നരം പറയുന്നുണ്ട്, നിങ്ങളുടെ വിഷമം എന്താണ്, കാര്യം എന്താണ്, നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആവട്ടെ, നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നടക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ അവരാണെങ്കിൽ അത് വാക്ക് വിശ്വസിച്ച് അവൻ തരുന്ന ഭക്ഷണമൊക്കെ ചെറു തമാശയിലൂടെയും അങ്ങനെയൊക്കെ അവർ കഴിക്കുകയാണ്. ഗായത്രിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്, അവളും പൊട്ടിച്ചിരിക്കുകയാണ് ഇവന്റെ ഒരു തമാശകളൊക്കെ കാണുമ്പോൾ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മുത്തശ്ശൻ ചോദിക്കുന്നു, എടാ നീ എന്താ നിന്റെ തീരുമാനം, നീ എന്ന് കല്യാണം കഴിക്കുന്ന പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നരൻ പറയുന്നുണ്ട്, അതെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട, അത് നടക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയം അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം മുഴുവനും അങ്ങ് കെട്ടുപോവുകയാണ്. അവൻ അതും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട് നേരൻ. അവനിവിടെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞതാണ്. അതേ സമയത്ത് ഗായത്രി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അമ്മേ അധികം ചിരിക്കണ്ടെന്ന്, അതിൽ എന്തെങ്കിലും ഉടനെ ഒരു സങ്കടം വരുമെന്ന്. അപ്പോൾ മുത്തശ്ശി പറയാണ്, അല്ലെങ്കിലും ഒരു രാത്രി പോലും എനിക്കൊരു സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഉറങ്ങാൻ കഴിയാറില്ലല്ലോ, എനിക്കല്ലെങ്കിലും അല്പായുസ് മാത്രമേ ഉള്ളൂ സന്തോഷം എന്ന് പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞങ്ങനെ അവർ വീണ്ടും സങ്കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഇവളെ കാവേരിയെ കാണിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ. അങ്ങനെ നിൽക്കുകയാണ്. നഴ്സ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പെട്ടെന്ന് തന്നെ പൈസ അടച്ചാലേ പെട്ടെന്ന് ഓപ്പറേഷന് വേണ്ട നടപടികൾ തുടങ്ങാമായിരുന്നു എന്ന് പറയുമ്പോൾ, മേഡം ഇപ്പോൾ തൽക്കാലം അതിന് പൈസയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. പൈസ കിട്ടില്ലേ, കിട്ടും മാഡം, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഹോസ്പിറ്റലിൽ ചാരിറ്റി പ്രവർത്തനം വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഉവ്വ എന്ന് ഡോക്ടർ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അത് ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ അനിയത്തിക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഡോക്ടറോട് നേരത്തെ പറയണം. പിന്നെ നിങ്ങളുടെ വീട്ടിലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ്, അല്ലാണ്ട് ഇപ്പൊ പറഞ്ഞാലൊന്നും അത് നടക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സമയം കാവേരി പറയണം, മേഡം എങ്ങനെയെങ്കിലും എൻ്റെ അനിയത്തിയുടെ ടെസ്റ്റും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ നിങ്ങൾ ആദ്യം പണം അടയ്ക്കാൻ നോക്കൂ, എന്നാലേ നടക്കുള്ളൂ എന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോവാൻ നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഇവള് രാഗിണി നിവിനെയും കൊണ്ട് അതേ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അപ്പോൾ അറ്റൻഡർ എന്ന് വിളിച്ചിട്ട് അവരുടെ ഹെൽപ്പ് ചോദിക്കുകയാണ് നമ്മുടെ രാഗിണി. അവർ ഓടി വരികയും സ്ട്രക്ചറിൽ നിവിനെ കിടത്തുകയും ആ ഡോക്ടറെ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആക്സിഡന്റ് ആണ് മേഡം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തൊട്ടരികിൽ തന്നെ നമ്മുടെ കാവേരി നിൽക്കുന്നുണ്ട്. എന്തായാലും കാവേരി അവരെ കാണില്ല, അവരൊരു വഴിക്ക് പോകും. കാവേരി ആണെങ്കിൽ പൈസയുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെ ഐസിയിൽ അവനെ കൊണ്ടുപോയിട്ട് അവന് വേണ്ട ശുശ്രൂഷയും കാര്യങ്ങളും ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷം അവന് തിരികെ കൊണ്ടുവരുന്നുണ്ട്. അവന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, കൈ ഒടിഞ്ഞുന്നുണ്ട്, കാലിന് ചെറിയ പ്രശ്നം പറ്റുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് രാഗിണിയാണെങ്കിൽ നിവിനോട് സ്നേഹം കാണിക്കാൻ ചെല്ലിയാണ്, അവനെ ജീവൻ രക്ഷിച്ചതല്ല. പക്ഷെ നിവിൻ ആട്ടിപ്പായിക്കുന്നുണ്ട്, കാരണം നിന്റെ അച്ഛനാണ് എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്